പടം ഒരു വൺ ഡേ വാച്ചബിൾ ഫിലിമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അതിലൊരു ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടറായിട്ട് തോന്നിയത് സൂര്യയുടെ ഒരു പഴയ കാലഘട്ടത്തിൽ ആ ക്യാരക്ടർ പ്ലേസ് ചെയ്തിരുന്നു. ഞാൻ ഇതുവരെ സൂര്യൻ ഈ ഒരു റേഞ്ചിൽ കണ്ടിട്ടില്ല. ഒരു ഡയറക്ട് പ്രസന്റേഷൻ ആണെങ്കിലും ഒരു മേക്ക് ഓവർ ഒക്കെ ആണെങ്കിലും ഭയങ്കര ഒരു വർക്ക് ഫീല് അത് ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ പടത്തിൽ BGMs ഒക്കെ ഫസ്റ്റ് എൻഡിങ് വരെയൊക്കെ ഒരു രസമുണ്ട്. ക്ലൈമാക്സിൽ ഒരു കോമ്യൂറുണ്ട്. അതെന്ന് പറയുന്ന ആ ടൈമിൽ ആ ആക്ടർ വന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് തിയേറ്ററിൽ കിട്ടുന്ന ടൈഡി എന്ന് പറയുന്നത്, പിന്നീട് അയാളുടെ ആ ഒരു നടന്റെ പെർഫോമൻസും ആ സ്ക്രീൻ പ്രസൻസ് ഒക്കെ ഭയങ്കര ഒരു ഫീൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ സെക്കൻഡ് പാർട്ടിനോട് വെയിറ്റിംഗ് എന്ന് വെച്ചാൽ ഇവര് തമ്മിലൊരു ഫൈറ്റ് അല്ലെങ്കിൽ ഇവര് തമ്മിലുള്ള ഒരു പെർഫോമൻസ് ഒക്കെ കാണാനുള്ള ഒരു വെയിറ്റിംഗ് കാണുകയും ഓവറോൾ ഒരു വൺ ടൈം വാച്ചുമായിട്ട് കാണാൻ പറ്റിയൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. VFX വർക്കൊക്കെ എങ്ങനെയുണ്ടായിരുന്നു പഴയ കാലം കാണിക്കുമ്പോൾ? VFX എനിക്കൊരു അങ്ങനെ ഒരു ഫീല് തോന്നിയില്ല. എവിടെ ഒരു ചെറിയൊരു മിസ്റ്റേക്കിനൊക്കെ എനിക്ക് തോന്നി. ഞാൻ അതിലത്ര പറയണില്ല, കാരണം ഓരോ കുഴപ്പമില്ല, ആ റേഞ്ചാണ്. സിനിമ മേക്കിംഗ് ആയാലും പെർഫോമൻസ് വൈസ് ആയാലും എല്ലാം തന്നെ വളരെ മോശം. ഫുള്ള് അലർച്ചയാണ് പടത്തില്. നമ്മളൊരു 2 ഘട്ട സന്നിയുമായിട്ട് പോയി കഴിഞ്ഞാൽ ചെവിയിൽ വെച്ച് സിനിമ കണ്ടിരിക്കാം. സിനിമ ഒന്നും കൂടില്ല, എക്സ്പ്രഷൻ ഉണ്ടായില്ല. ശരിയായ സിനിമയാണ്, അപ്പൊ തന്നെ നമുക്കറിയാം ഏത് ലെവലായിരിക്കും. അത് ബിഗ് ബൈറ്റ് സിനിമ കൂടെ ആവുമ്പോ അതെങ്ങനെയാണ് ആ പൈസ യൂസ് ചെയ്തിരിക്കുന്നത് കാണാൻ ഒരു ആകാംക്ഷ ഉണ്ടായി. പക്ഷെ പടം ഒന്നുമില്ല, എക്സൈറ്റ് ചെയ്ത് ഒട്ടും എക്സ്പ്രഷൻ ഉണ്ടായില്ല. എന്നിട്ട് പോലും പടം വളരെ മോശമായിട്ട് തോന്നി എനിക്ക്. ഇൻട്രോയില് കഴിയുമ്പോൾ എനിക്ക് വീട്ടിൽ പോകാൻ തോന്നി. ഇൻട്രോയില് ആയപ്പോ ഒരു സൈലൻസ് ആയപ്പോ സമാധാനമായിരുന്നു, അലർച്ചയൊക്കെ പോയല്ലോ. പിന്നെ എന്തിനാണ് സെക്കൻഡ് പാർട്ടിനെ കാത്തിരിക്കുന്നത്? സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഉള്ള ഒന്നുമില്ല പടത്തില്. ഈ പടം തന്നെ വളരെ ഒന്നുമില്ല, വെറുതെ ഒരു ഫ്ലാറ്റിന്റെ ഒരു പടം. പോസിറ്റീവായിട്ട് ഒന്നുമില്ല പടത്തില്. സൂര്യയുടെ പെർഫോമൻസ് ആണ് സാധാരണ പടങ്ങളിൽ നന്നായിട്ട് വരാറ്. അതിൽ സൂര്യയുടെ അഗ്രഹമായിട്ട് പോലും 2 റോളും വളരെ മോശം, ഭയങ്കര ഓവർ ആക്ടിങ്. പടത്തിൽ നല്ലത് തന്നെ വളരെ ഓവർ ആക്ടിങ്ങും കുറെ അലർച്ച മാത്രമേ ഉള്ളൂ പടത്തിൽ, ഒന്നുമില്ല. അതല്ല എന്തിന് സിനിമ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ തീർത്ത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ക്യാമറകളൊക്കെ വരുന്നത്. അതിന്റെ ഒരു ആവശ്യമില്ല. പടം ഇവിടെ നിർത്താം. സെക്കൻഡ് പാർട്ടിലേക്കുള്ള അതിന്റെ ആവശ്യമില്ല പടത്തിന്. ഇഷ്ടപ്പെട്ടില്ല. ലാംഗ്വേജ് നോക്കണം, അതൊന്നും മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നത്. ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു 4 മണി ഷോ കഴിഞ്ഞ് കങ്കുവാ? പടം ഒട്ടും ഇഷ്ടമായില്ല. അത് ലാഗ് അടിച്ച ഒരു പണ്ടാറ അടിക്കുന്ന ഒരു പടം, അങ്ങനെയാണ് പറയാം. പിന്നെ പടത്തിൽ എടുത്തു പറയാൻ കരിച്ച ഒരു സംഭവം എനിക്ക് തോന്നിയില്ല. ആകെ തോന്നിയെന്ന് പറഞ്ഞാൽ BGM ഒക്കെ കൊള്ളായിരുന്നു. BGM ഒക്കെ കിട്ടില്ല തന്നെ. അതേപോലെ തന്നെ ഫൈറ്റ് രണ്ടുപേരെയും നല്ല കിടലായിട്ട് ചെയ്തിട്ടുണ്ട്. ഫൈറ്റിന്റെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ലാസ്റ്റ് വന്നപ്പോ അതിന്റെ ക്ലൈമാക്സ് ഒക്കെ വന്നപ്പോ ഒട്ടി യോജിക്കാൻ പറ്റില്ല. പിന്നെ അത് മാത്രല്ല, ഇതില് VFX എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഈ ഒരു മുതലൊക്കെ ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഒക്കെ ഇതിലുണ്ട്. അതൊക്കെ കാണുമ്പോ എന്തിട്ട് അവരാകം പുറച്ചു വെച്ചോളൂന്ന് നമുക്ക് തോന്നും. അമ്മാതിരി ഒരു തോന്നൽ എനിക്ക് തോന്നി. ഒന്നുമില്ല പടത്തിൽ എടുത്ത് പറയാനായിട്ട്. ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ലാഗ് അടിച്ചു ഫസ്റ്റ് ഹാഫ്. പിന്നെ ഇതില് മെയിൻ ആയിട്ട് പടത്തില് 2 കാലഘട്ടം കാട്ടുണ്ട്. അതായത് 2024 പിന്നെ ഒരു 1070 ആ കാലഘട്ടം കാട്ടുമ്പോ അത് 2 തമ്മിൽ ഒട്ടും സിങ്ക് ചെയ്യാത്ത പോലെ എനിക്ക് തോന്നും. അതായത് എന്തൊക്കെയോ ചെയ്ത് കൂട്ടണമെന്ന് വിചാരിച്ചു, കണക്ഷൻ കിട്ടിയില്ല. പിന്നെ ഇത് സെക്കൻഡ് പാർട്ടിന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞ ലാസ്റ്റ് കാട്ടി. ആ സെക്കൻഡ് പാർട്ട് കാട്ടാൻ വേണ്ടി ഫസ്റ്റ് ഹാഫ് അവർ കൊളാക്കി. ഇനി സെക്കൻഡ് ഹാഫിൽ പിടിക്കാന്നും പറഞ്ഞ് സെക്കൻഡ് ഹാഫ് കാട്ടുകയും ചെയ്തു. എനിക്ക് അങ്ങനെ തോന്നിയത്. പിന്നെ ലാസ്റ്റ് കാർത്തിയിലൊക്കെ ഒരു എൻട്രി വന്നിട്ടുണ്ട്. അതൊക്കെ കൊള്ളാന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആ രീതിയിലൊക്കെ നോക്കുമ്പോൾ കൊള്ളാം. ഇപ്പൊ സെക്കൻഡ് പാർട്ട് വരുന്നത് നോക്കട്ടെ, ഇത്രേ ഉള്ളൂ. ഏതായാലും പടം ഇഷ്ടപ്പെട്ടില്ല. പടമാണ്. സൂര്യ സാറിന്റെ ഒരു വൺ മാൻ ഷോ പെർഫോമൻസ് ആണ്. ഇതുവരെ നമ്മൾ കണ്ടുവരുന്ന പുറത്ത് വെച്ച് നോക്കുന്നത് റിയലി ഇൻട്രസ്റ്റിംഗ് ആണ്, എൻഗേജിങ് ആണ്. ഫൈറ്റും റൊമാൻസും പിന്നെ കാർ ചേസിങ് എല്ലാം കൊണ്ടും തന്നെ വയലൻസും എല്ലാം കൊണ്ടും ഒരു എൻഗേജിങ് ആണ് പടം. തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരു ഫാമിലി കിട്ടുന്ന പടമാണ്. ഒരു 18 ദിവസത്തേക്ക് കുറച്ചുകൂടി മനസ്സിലാവും.